നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ഡിജിറ്റൽ ഇന്ത്യ എന്ന നീക്കത്തിന് വളരെ വലിയ സാധ്യതകൾ നൽകി ഇന്ത്യൻ ഓൺലൈൻ വ്യാപാരം കുതിച്ചു കയറുന്നു. ഇന്ത്യയിലെ ജനങ്ങൾ ഇപ്പോൾ ഓൺലൈൻ വ്യാപാരത്തിലേക്ക് കൂടുതൽ ആകർഷിക്കപ്പെടുന്നു. കുത്തിക്കയറുകയാണ് ഈ ഡിജിറ്റൽ സംവിധാനം. രാജ്യത്ത് ഡിജിറ്റൽ ഓൺലൈൻ രംഗത്തിന്റെ വളർച്ച സമാനതകളില്ലാത്ത വിധമാണ്. പ്രതിവർഷം ശരാശരി 23% നിരക്കിൽ വളരുമെന്ന് പഠനം തെളിയിക്കുന്നു. 2030 ഈ വിപണി $17,000 കോടി അമേരിക്കൻ ധനകാര്യ സ്ഥാപനമായ ജെഫ്രീസിന്റെ പഠനം വെളിപ്പെടുത്തുന്നു. അതായത് ഏതാണ്ട് 12 ലക്ഷം കോടി രൂപ എന്ന വൻ നേട്ടം കണക്കാക്കാൻ പോലും വയ്യാത്ത വളർച്ചയുടെ പടവാണത്. ഇന്ത്യൻ ഓപ്പൺ മാർക്കറ്റിലെ ആളുകളുടെ പിന്മാറ്റം തന്നെയാണ് കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. മുട്ടിന് കച്ചവടക്കാരും റീറ്റെയിൽ വ്യാപാരികളും ശരിക്കും ഉപഭോക്താക്കളെ ഞെക്കി പിഴിയുകയാണ്. 100 രൂപ നിർമ്മാണ ചെലവുള്ള സാധനം 10 മുതൽ 20 വരെ മധ്യവർത്തികളുടെ കൈകളിലൂടെയും ഏജന്റുമാരെയും കടന്ന് ജനങ്ങളിലെത്തുമ്പോൾ 5 ഇരട്ടി ചിലവ് കൂടും. ചൂഷണവും കൊള്ളയും ഇടനിലക്കാർ നടത്തുന്നു. ഫാക്ടറിയിൽ നിന്നും നേരിട്ട് ഉപഭോക്താവിന്റെ കരങ്ങളിലേക്കാണ് ഓൺലൈൻ സാധനങ്ങളുടെ വിൽപ്പനയിലൂടെ വരുന്നത്. ഇടനിലക്കാരുടെ കൊള്ളയും കച്ചവടക്കാരുടെ കമ്മീഷനുമെല്ലാം ഒഴിവാകും. ജനങ്ങളുടെ സമ്പാദ്യം പല വഴിക്ക് ചോർന്നു പോകുന്നത് തടയും. മാത്രമല്ല, ഒരു സാധനം ഉപഭോക്താവിന്റെ കൈകളിലെത്താൻ 20ഓളം മധ്യവർത്തികളെയൊന്നും ജനങ്ങൾക്ക് ആവശ്യമില്ല. അവർക്കെല്ലാം ജീവിക്കാൻ കമ്മീഷനും ഇടനില പണവും കൊടുക്കാനും ജനം ബാധ്യസ്ഥരുമല്ല. രാജ്യത്ത് കുതിച്ചുയരുന്ന ഓൺലൈൻ വ്യാപാരം ശുഭസൂചനയാണ്. ലോകത്തിനൊപ്പം ഇന്ത്യ നടന്നു കയറുന്നു എന്നും ഡിജിറ്റൽ യുഗം വരുന്നു എന്നുമുള്ളതിന്റെ വലിയ തെളിവുമാണിത്. ഇന്ത്യയിലെ സംഘടിത റീറ്റെയിൽ വിപണിയുടെ 25% ഇപ്പോൾ ഓൺലൈൻ വിപണി. ഇത് 37% വളരുമെന്ന് പഠനം വ്യക്തമാക്കുന്നു. ഓൺലൈൻ റീറ്റെയിൽ വിപണി രാജ്യത്ത് ഇപ്പോൾ $1,800 കോടി, അതായത് 1,26,000 കോടി രൂപ. ഓരോ ഓൺലൈൻ ഇടപാടുകാരും പ്രതിവർഷം ശരാശരി 12,800 രൂപ ചെലവഴിക്കുന്നുണ്ടെന്നാണ് കണക്ക്. അത് 25,138 രൂപയിലെത്തുമെന്നാണ് പഠനം പറയുന്നത്. ഇലക്ട്രോണിക്സ്, തുണിത്തരങ്ങൾ എന്നിവയ്ക്കപ്പുറത്തേക്ക് ഈ വിപണി വളരും. ഓൺലൈൻ വരുന്ന കാലത്തിലെ ഏറ്റവും വലിയ വ്യാപാരമാകുന്നതോടെ അവിടെയും റിലയൻസ് കണ്ണുവെച്ചു കഴിഞ്ഞു. ഇന്ത്യയിലെ പ്രമുഖ വ്യാവസായിക ഗ്രൂപ്പായ റിലയൻസ് ഇൻഡസ്ട്രീസ് ഓൺലൈൻ വിപണിയിലും കണ്ണുവെക്കുന്നു എന്നാണ് അറിയുന്നത്. ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഓൺലൈൻ സ്ഥാപനങ്ങൾക്ക് സമാനമായാണ് വിപണി ആരംഭിക്കുന്നത്. വാൾമാർട്ട്, ആമസോൺ പോലുള്ള കമ്പനികൾ ഇപ്പോൾ തന്നെ വിപണി കൈയടക്കിയിരിക്കുകയാണ്. ഈ രംഗത്ത് ഇപ്പോൾ വൻ നിക്ഷേപമാണ് കമ്പനികൾ നടത്തുന്നത്. റിലയൻസിന്റെ കൂടെ വരവോടെ രാജ്യം ഓൺലൈൻ വിപണിയെ കൂടുതൽ ആശ്രയിക്കുമെന്ന് തന്നെ കരുതാം. ചൈനീസ് ഇ കൊമേഴ്സ് ഭീമന്മാരായ അലിബാബയും നമ്മുടെ വിപണിയിൽ സജീവമാണ്. ഇന്ത്യൻ ഓൺലൈൻ ചില്ലറ വിൽപ്പന രംഗത്ത് മത്സരം കടുക്കും. ഓൺലൈനിലെയും ഓഫ്ലൈനിലെയും മികച്ച ഷോപ്പിംഗ് അനുഭവങ്ങൾ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഇ കൊമേഴ്സ് സംരംഭമാണ് അണിയറയിൽ ഒരുങ്ങുന്നതെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. മാത്രമല്ല, രാജ്യത്ത് ഓൺലൈൻ വ്യാപാര രംഗത്ത് വൻ വളർച്ചയുമുണ്ട്. രാജ്യത്ത് 30 കോടി ഓൺലൈൻ റീറ്റെയിൽ കച്ചവടം ഒരു മാസം നടക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. വസ്ത്രങ്ങൾ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, ഗൃഹോപകരണങ്ങൾ, പെർഫ്യൂമുകൾ, മൊബൈൽ ഫോൺ, ഗാഡ്ജറ്റുകൾ തുടങ്ങി എന്ത് സാമഗ്രികളും ഓൺലൈനായി വാങ്ങാം എന്നതാണ് ഈ രംഗത്തെ വ്യത്യസ്തമാക്കുന്നത്. കടയിൽ പോയി തിരച്ചിൽ നടത്തുന്നതും സമയം പാഴാക്കുന്നതും ഒഴിവാക്കാമെന്നും ആളുകളെ ഓൺലൈൻ പർച്ചേസിലേക്ക് അടുപ്പിക്കുന്നു. വസ്ത്രങ്ങളിലാണ് ഏറ്റവും അധികം വ്യാപാരം നടക്കുന്നത്. 66% വസ്ത്രങ്ങൾ ഇത്തരത്തിൽ വിൽക്കപ്പെടുന്നു. രാജ്യത്ത് 12 വർഷമായി ഓൺലൈൻ വ്യാപാരം ഉണ്ടെങ്കിലും കഴിഞ്ഞ ഏതാനും വർഷം കൊണ്ടാണ് ഇത് വ്യാപകമായത്. ഓർഡർ ചെയ്യുന്ന സാധനങ്ങൾ 2-3 ദിവസത്തിനുള്ളിൽ തന്നെ കൊറിയർ വഴി വീട്ടുപടിക്കൽ എത്തുമെന്നതും നല്ല വിൽപ്പനാനന്തര സേവനം ലഭിക്കുന്നതും ഒരുപാട് പേരെ ഇതിലേക്ക് ആകർഷിക്കുന്നുണ്ട്. ഉയർന്ന വിലക്കിഴിവ്, ക്യാഷ് ബാക്ക് ഓഫറുകൾ എന്നിവയിലൂടെ മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ ഓൺലൈനിൽ വിപണി പിടിച്ചിട്ടുണ്ട്. പലചരക്കുകൾക്കും വരും വർഷങ്ങളിൽ വലിയ ഓൺലൈൻ വിപണി ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.